നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഈ നടക്കുന്നത് ഒരു വൺ മാൻ ഷോ അല്ലേ? ആണ് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം 3-4 ദിവസം മുമ്പ് തീരുമാനിച്ചതാണ്. ചിന്തിക്കേണ്ട ഒരു വസ്തുത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സമീപനമാണ് അൻവർ സ്വീകരിക്കുന്നത്. ഞാൻ പാർട്ടിക്കെതിരെ പറയുന്നില്ല എന്ന് ആവർത്തിക്കുമ്പോഴും മൊഴിയുന്നതെല്ലാം സർക്കാരിനെതിരെയും. അൻവറിന്റെ രാഷ്ട്രീയ നാടകത്തിലെ മഹനീയമായ ഒരു രംഗമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അധ്യക്ഷനായി എത്തിയത് ഇ.കെ. സുഗുവാണ്. അൻവർ പൊതുയോഗത്തിൽ സ്വാഗതം പറയാൻ ക്ഷണിച്ച ഇ.കെ. സുഗു ആരാണ് ശരിക്കും? 2020 മുതൽ CPM എന്ന പാർട്ടിയിലോ അതിന്റെ വർഗ ബഹുജന സംഘടനയിലോ ഏതെങ്കിലും മെമ്പർഷിപ്പിൽ പോലും പ്രവർത്തിക്കുന്നില്ല. പിന്നെ എങ്ങനെ CPM ആകും? 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മത്സരിക്കാൻ പാർട്ടി അനുവദിക്കാത്തതിനാൽ, അതായത് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനാൽ മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടി പ്രവർത്തനം ഉപേക്ഷിച്ചു പോയതാണ് ഈ സുഗു. അപ്പോ ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കാതിരുന്നാൽ പാർട്ടി വലിച്ചെറിയും. അപ്പോ നല്ല ഒന്നാം തരം പാർട്ടിക്കാരൻ തന്നെ. അൻവറിന് പറ്റിയ കൂട്ട് തന്നെ. വിശദീകരണ യോഗം നടന്ന കഴിഞ്ഞ ദിവസം രാവിലെയാണ് അൻവറിന് പരസ്യ പിന്തുണ എന്ന പേരിൽ ഇ.കെ. സുഗുവിന്റെ പേര് മാധ്യമങ്ങൾ ഇടം നേടിയത്. ഒപ്പം അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ഫ്ലക്സുകളും. തലപ്പത്തുള്ളവർ മാത്രമല്ല പാർട്ടിയെന്നും ന്യായത്തിനെ ഒറ്റപ്പെടുത്തില്ലെന്നുമാണ് സുഗുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. PV അൻവറിന്റെ കൂടെ നിൽക്കുമെന്നും സുഗു പറഞ്ഞതോടെ പ്ലാൻ ചെയ്ത നാടകത്തിന്റെ രംഗങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി. കുട്ടിന് പീര എന്ന പോലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പാർട്ടി അംഗത്വം പോലും പുതുക്കാത്ത ഒരാളെ CPM കാരനായി കൊണ്ടുവരുന്നു. തനിക്ക് പാർട്ടിക്കാരുടെ പിന്തുണ ഉണ്ടെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നാടകം അരങ്ങത്ത് അൻവർ ഭംഗിയായി ആടിത്തിമിർത്തു. അൻവറിനോട് പാർട്ടി ചെയ്ത കാര്യങ്ങൾ ക്ഷമിക്കാനോ സാധാരണ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളുവാനോ കഴിയുന്നതല്ല എന്ന സുഗുവിന്റെ പരാമർശം തികച്ചും ഒരു ബിസിനസ്സുകാരിൽ നിന്ന് നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചായ്വ് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു CPM നേതാവെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ഒരു ആവശ്യത്തിനെത്തിയാൽ 2 അടി കൂടുതൽ കിട്ടുമെന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് സുഗുവിന്റെ പരാമർശം. ഈ ഒരു പരാമർശം നടത്തിക്കൊണ്ട് CPM-നെ പരസ്യമായി പരിഹസിക്കുകയാണ് സുഗു ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഷോമാൻമാർ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഞൊടിച്ചാൽ തകരുന്നതല്ല പാർട്ടി,